യൂണിവേഴ്സിറ്റി പ്രൊഫസറായി വിരമിച്ച അദ്ദേഹം ഇസ്ലാമിനെയും ചരിത്രത്തെയും കുറിച്ച് നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. ഹിജ്റ 8-ാം വർഷത്തിൽ മക്ക കീഴടക്കിയ ശേഷം പ്രവാചകൻ മുഹമ്മദ് നബിയാണ് ഷെയ്ബി കുടുംബത്തിന് കാബയുടെ താക്കോൽ കൂട്ടം തിരിച്ചേൽപ്പിക്കുന്നത്. മക്ക നഗരത്തിലെ താക്കോൽ ഉസ്മാൻ ബിൻ അബി തൽഹയെയും ഏൽപ്പിച്ചു. പരമ്പരാഗതമായി പ്രവാചകൻ എത്തും മുന്നേ കാബയുടെ സംരക്ഷണ ചുമതല ഈ കുടുംബത്തിന് തന്നെയായിരുന്നു. അന്നു മുതൽ ഇന്നോളം അവർ തന്നെയാണ് കാബ കാത്തുപോന്നത്. കാബ വൃത്തിയാക്കൽ, കഴുകൽ, കിസ്വ കേടായാൽ നന്നാക്കൽ, സന്ദർശകരെ സ്വീകരിക്കൽ എന്നിവയെല്ലാം ഈ കുടുംബത്തിന്റെ ചുമതലയാണ്. 2013 മുതൽ ഓരോ തവണയും കാബ കഴുകാനായി സൗദി ഭരണകൂടം പ്രതിനിധികളെ അയക്കുമ്പോഴും കാബ തുറന്നു നൽകാറുള്ളത് മരണപ്പെട്ട ഡോക്ടർ സാലിഹ് അൽ ഷെയ്ബി ആയിരുന്നു. ഇദ്ദേഹത്തിന്റെ ഖബറടക്കം പ്രവാചക കുടുംബവും അനുചരന്മാരും അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കയിലെ ജന്നത്തുൽ മുഅല്ലയിൽ പൂർത്തിയായി. ഒരു അക്രമി മാത്രമേ അൽ ഷെയ്ബി കുടുംബത്തിൽ നിന്ന് കാബയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയുള്ളൂവെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഇതിനാൽ അവരില്ലാത്ത ഒരാളും ഇന്നോളം കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരായിട്ടില്ല. ഈ പരമ്പരയിലെ 109ാമത്തെ കണ്ണിയായിരുന്നു ഇന്ന് അന്തരിച്ച ഡോക്ടർ സാലിഹ് അൽ ഷെയ്ബി. ഓരോ വർഷവും മുഹറം 15-നാണ് ഇപ്പോൾ കാബ കഴുകാറുള്ളത്. ഇത്തവണയും അതിനായി കാബയുടെ വാതിൽ തുറക്കേണ്ടത് മരണപ്പെട്ട ഡോക്ടർ സാലിഹ് ബിൻ സൈനുൽ